നല്ല ടേസ്റ്റ് ആയിട്ടേ ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള അന്ന് ഫുള്ളായിട്ട് നമ്മൾ നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എന്നാൽ സിമ്പിൾ മെത്തേഡുമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ 1 കിലോ ചിക്കനും 1 കിലോ റൈസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 150 മില്ലി ഓയിൽ ഒഴിച്ചുണ്ടാക്കി പിന്നെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതായത് പട്ട, ഏലം, ഗ്രാമ്പു, കുരുമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക, ബേ ലീഫ് എല്ലാം കൂടെ. എന്നിട്ട് അതിലേക്ക് 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് അതിലിട്ട് കൊടുക്കുക. അതൊന്നുണ്ട് ഇളക്കിയിട്ട് ബ്രൗൺ കളർ ആവണ വരെ ഒന്നും കണ്ട് വേവിച്ചെടുക്കുന്നിട്ട് 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ആ സവാളയിലും ആ എണ്ണയിലൊക്കെ പാടെ ഒന്നും കണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്നും കണ്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഉപ്പാണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ചേർക്കുന്നത് ജീരകപ്പൊടി ആട്ടാ, ചെറിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ 2-3 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാട്ടാ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ അരിനെ നമ്മൾ ബസ്മതി വൈറ്റ് സെല്ലാ റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവും. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചേർക്കണം. അതല്ല ടൊമാറ്റോ സോസാണ് ചേർക്കണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതാ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ബസ്മതി വൈറ്റ് സെല്ലാ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി ഉടയാത്ത രീതിയിൽ മൊത്തമായിട്ട് അങ്ങോട്ടൊന്ന് ഇളക്കി മറിക്കുക. പിന്നെ അത് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് എപ്പോഴൊന്നും മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇത് ഏകദേശം ഈ ഒരു ലെവലിൽ വെള്ളം വറ്റി വരുമ്പോൾ 4-5 പച്ചമുളക് അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് അടച്ചു വെക്കുക, തീ ലോ ഫ്ലെയിമിലാക്കുക. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. ഒരു വെയിറ്റ് അതിൻ്റെ മേലോട്ട് കയറ്റി വെക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ ഇതിൻ്റെ ഒരു മണം തന്നെ ഉണ്ട്. മോനെ പൊള്ളിയായിട്ടാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കി. സിമ്പിൾ മെത്തേഡാണ്, എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അരി 1 മണിക്കൂർ വെള്ളത്തിൽ മുന്നേ ഇട്ട് വെച്ചാൽ മതി, അത്രമാത്രം.